ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മറ്റൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. അതിലേറെ സന്തോഷം നിങ്ങളുടെ കമൻറ്റുകളൊക്കെ കാണുമ്പോഴാണ്. ഇന്നലെയൊക്കെ എന്തൊരു സപ്പോർട്ടായിരുന്നു. ഞങ്ങളത് പരമാവധി മാക്സിമം ഷെയർ ചെയ്യുക. വാട്സപ്പ് കൂടിയാണ് ഏറ്റവും കൂടുതൽ വീഡിയോസ് നമ്മളത് ഷെയർ ചെയ്യപ്പെട്ടുള്ളത്. 50% വാട്സപ്പ് കൂടി, അതായത് നിങ്ങൾ അത്രയും സപ്പോർട്ട് ചെയ്യുന്നത് അർത്ഥം. അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിലൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട്, നമ്മുടെ ഒരു സുഹൃത്ത് ഇപ്പോൾ നമുക്ക് കമൻ്റ് ഇട്ടതാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടായി. നൈസാണ് ബ്രോ നിൻ്റെ ഹാർഡ് വർക്ക് ഒരു നാൾ ഫലം കാണും. സ്റ്റുഡൻസൊക്കെ ഇങ്ങനെ ഏറ്റെടുക്കുക. MS സൊല്യൂഷനെ പോലെ പ്രോ, ലവ് ഫ്രം മലപ്പുറം, സ്റ്റിൽ ഹാർഡ് വർക്ക്. താങ്ക് യു. അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നു നമ്മളോടൊപ്പം. അതേപോലെ തന്നെ ആൻസർ കീ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നുണ്ട്. ആൻസർ കീ തയ്യാറാക്കാനുള്ളൊരു ഇതിലല്ല, എന്നാലും ഞാൻ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിൻ്റെ ആൻസർ ഞങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാം. അപ്പോൾ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. നമ്മൾ പറഞ്ഞ essay ക്വസ്റ്റ്യൻസൊക്കെ ഇങ്ങനെ വന്നു, വൺ വേർഡ് ആണെങ്കിലും അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞ ഗ്രാമർ പാർട്ടും ചിലതൊക്കെ വന്നു. മോശമില്ലാത്ത രൂപത്തിൽ, ബാക്കിയൊക്കെ എളുപ്പമായിരുന്നു. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് തന്നെയായിരുന്നു ക്വസ്റ്റ്യൻ. അതായത് ക്വസ്റ്റ്യനെയർ നന്നായിട്ട് നോമ്പിനെ കണക്കിലെടുത്തിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ഈസി ആയിരുന്നു. 2-3 മിസ്റ്റേക്സും ഞാൻ കണ്ടിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഒക്കെ നമുക്കിതിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് വേറെ എക്സാമിന് പ്രിപ്പയർ ചെയ്യാനുണ്ടാവും. അപ്പോൾ എൻ്റെ ഒരു ഖുതുബ, എൻ്റെ ഒരു പ്രസംഗം കേൾക്കാൻ നിങ്ങൾക്ക് സമയം ഉണ്ടാവില്ല, ഓക്കെ, താല്പര്യം ഉണ്ടാവില്ല. നമുക്ക് ജസ്റ്റ് ഒരു കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ആൻസർ കീ ഒന്ന് നോക്കാം. ജസ്റ്റ് ഓക്കെ, പെട്ടെന്ന് പറഞ്ഞു നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ, ഫസ്റ്റിലത്തെ ക്വസ്റ്റ്യൻ വഫീഖ് ബൈനൽ ഖാനത്തൈനി ആയിരുന്നു. ഹനാൻ ലഹാം, കതിബത്ത് സൂര്യ, ഇലിയ അബുമാലി, ഷാരുൽ മഹജർ, ഇബ്രാഹിം നാജിഫ്, ഫിദാഉൽ വതൻ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ദുറാത്തുൻ സമീന, ആഫിൽ ഇബ്രാഹിം, ഷാഇറുൻ നീൽ. അടുത്തത് അക്മിലുൽ ജമൽ, അതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ തന്നെ, വീണ്ടും ഫിൽ ദ ബ്ലാങ്ക്സ്. അന്നാ സബബിൻ അൽ മാ സ്വബ ലക്കിയ മനോജ് ബി ജാബിർ ഫിൽ മദ്രസത്തി അൽ ഉലൂമു മാനാവു. ഉലൂമ് എന്ന് പറഞ്ഞാൽ സയൻസാണ്. ഔസ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉസാമ ബിൻ സയ്യിദ്, ഔഹനൽ ബുയൂദ് മഷ്ഹൂറത്തുൻ ഖിസ്സ, ഖ്റാ മുഹമ്മദ് കിതാബൻ, ഷഹാദ മുഹമ്മദ് ഫൗസൻ ഇല ഫി ഫേസ്ബുക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ അരിബാണ്. മൈ നെയിം ഈസ് ജാബിർ, ഇറ്റ്സ് മീ ജാബിർ, ഐ എം എൻ എഞ്ചിനീയർ, അന മുഹന്ദിസുൻ, മൈ ഫാദർ ഈസ് എ ഡോക്ടർ, അബി തൊബീബുൻ, ഐ ഹാവ് എ സിസ്റ്റർ, ലി ഉഖത്തുൻ വ ഷഖീഖാനി അല്ലെങ്കിൽ അഖാനി. ഇത്രയാണുള്ളത്. അടുത്തത് ലൗ കുദ്ദിറത്തലക്കൽ ഹയാത്ത ഫ്ലാബുദ്ദാൻ തദ്ക്കറ അന്നനി ഉഹിബ്ബുക്. ഇത് നമ്മൾ ലാസ്റ്റ് അലാവത്തുൽ ഉമൂമയുടെ ഒരു ചെറിയൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ ഇത് തന്നെയാണ് ഡിസ്കസ് ചെയ്തത്. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ. അപ്പം നിനക്കെങ്ങാനും ജീവൻ ബാക്കിയാവുകയാണെങ്കിൽ നീ ചിന്തിക്കണം, എന്നെ സ്നേഹിച്ചിരുന്ന ഒരു ഉമ്മ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്ന്. ഒരു കുട്ടിയെ പറഞ്ഞുകൊണ്ടുള്ള അലാവത്തുൽ ഉമൂമ, ഇനി അത് ഡിസ്കസ് ചെയ്തിട്ട് കാര്യമില്ല, ആൻസർ പറയാം. അതിൻ്റെ അള്ളഹറത്ത് ഹദീ റിസാല ഫി ഷാഷത്തി അൽ ജവ്വാൽ, മൊബൈൽ സ്ക്രീനിലാണ് കണ്ടത്. മൻ കതബത്ത് ഹദീ റിസാല ഉമ്മു അൽ വലദ് അൽ മഹബൂബ, സ്നേഹവതിയായ ആ കുട്ടിയുടെ ഉമ്മ. ഓക്കെ, അടുത്തത് ബിതാഖത്തുൽ ഖസ്മ, ഒരു ഡിസ്കൗണ്ട് കാർഡ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളുടെ സുഹൃത്തിന് ജസ്റ്റ് ഒരു പേര് എഴുതി കൊടുക്കുക, ഉപ്പാൻ്റെ പേര് എഴുതി കൊടുക്കുക, ഏതെങ്കിലും ഒരു പേര് എഴുതി കൊടുക്കുക, ഉൻവാന് ഏതെങ്കിലും ഒരു അഡ്രസ്സ് എഴുതി കൊടുക്കുക, ആധാർ നമ്പർ എഴുതി കൊടുക്കുക, മൊബൈൽ നമ്പർ, ജസ്റ്റ് ഒരു ഫോർമാറ്റ് എഴുതി കൊടുക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹുവാന്ന് മാറ്റിയിട്ട് ഹിയ ആക്കാനാണ്. മാറ്റം വരുന്നത് നോക്കാം. താമലു, ഹിയ താമലു എന്നാവും. തസ്തൈക്കിലു എന്നാവും. മുബക്കിറത്തൻ എന്നാവും. തുസ്വല്ലി എന്നാവും. തത്ലു എന്നാവും. തസ്ഹബു എന്നാവും. തുർജയു എന്നുമാവും. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഓക്കെ, മുക്കാലമത്തും ഫായിത്ത എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. കുഴപ്പമില്ല, നമ്മൾ ഒരുപാട് പേര് ചോദിച്ചിരുന്നു, പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. പ്രശ്നമില്ല, കുഴപ്പമില്ല, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസൊക്കെ വന്നല്ലോ. അടുത്ത ക്വസ്റ്റ്യനാണ് കോമഡി ബർണാമിജാണ്. ബർണാമിജ് എന്ന് പറഞ്ഞാൽ എന്നോട് ചോദിച്ചിരുന്നു കുറേ ആൾക്കാർ, ബർണാമിജ് വരും. ഞാൻ പറഞ്ഞു വരാൻ ചാൻസ് ഉണ്ട്, പക്ഷേ നോട്ടീസ് വരില്ല എന്ന് ഉറപ്പായിട്ട് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു റീഡിങ് ആക്ടിവിറ്റിയാണ് കേട്ടോ. LKG കുട്ടികളുടെ ഒരു ക്വസ്റ്റ്യൻ എന്നൊക്കെ പറയാം. ബർണാമിജ് ഇതൊന്ന് വായിക്കുക. ഇത് വായിക്കാനുള്ളൊരു ക്ഷമ നിങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉത്തരവ് ചെയ്താൽ. പക്ഷേ ഇതിൽ ചെറിയൊരു മിസ്റ്റേക്ക് എൻ്റെ കണ്ണ് പിടിക്കാത്തതാണോന്ന് അറിയില്ല. ഞാൻ വായിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഇതിൽ ദുആ ആരാണ് എന്നുള്ളത് മനസ്സിലായിട്ടില്ല. അതേപോലെ തന്നെ വേറൊരു മിസ്റ്റേക്ക് കണ്ടത് തെജിഹീബ് എന്നാണ്, തെർഹീബാണ് കേട്ടോ. സ്വാഗതം. റിയാസത്ത് അധ്യക്ഷത, അസ്ദാറുൽ മജല്ല,
ആ ഒരു പ്രബന്ധ അവതരണം, കലിമത്തു ദഹാനി, ആശംസാ പ്രസംഗ, ഹത്ത് ശുക്രു ഇതിൽ കാണുന്നില്ല. ബാക്കിയൊക്കെ സിമ്പിളാണ്. ബാക്കി ഞാൻ പറഞ്ഞുതരാം ഉത്തരം. തർഹീബ്, ആരാണ് തർഹീബ് പറഞ്ഞത്? ഇത് ഒരു സ്വാഗത പ്രസംഗമാണ് കേട്ടോ. സ്വാഗത പ്രസംഗം ആരാണ് നടത്തിയത് എന്നുള്ളത് എവിടെയും കാണുന്നില്ല. അബ്ദുൽ ജലീൽ അമീദുൽ മദ്രസ, സ്കൂൾ പ്രിൻസിപ്പൾ സയ്യിദ് അബ്ദുൽ ജലീലാണ് ഇതിൻ്റെ ഉദ്ഘാടനം നടത്തുന്നത്, ഇസ്താറുൽ മജല നടത്തുന്നത്. സയ്യിദ് അബ്ദുൽ ലത്തീഫ് മുദരിസ് സഫ്, ക്ലാസ് ടീച്ചർ അബ്ദുൽ ലത്തീഫാണ് ഇതിനെ ഈ ഒരു പരിപാടി അധ്യക്ഷത വഹിക്കുന്നത്. PTA പ്രസിഡൻ്റായിട്ടുള്ള ആയിഷ, അതേപോലെ തന്നെ സ്കൂൾ ലീഡർ ആനിസ ഫാത്തിമയാണ് ഇതിൽ ഈ ഒരു കലിമത്തു തഹാരി ആശംസ പറയുന്നത്. പക്ഷേ നന്ദി പറയുന്നത് ആരാണെന്നോ കാണാൻ കഴിയുന്നില്ല. ദുആ അതേപോലെ കാണാൻ കഴിയുന്നില്ല. റിയാസത്ത് കണ്ടു, ഇസ്താറുൽ മജല്ല കണ്ടു, ഹത്ത് ശുക്രും കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നില്ല. ഓക്കെ, ഇസ്താറുൽ മജല്ല സ്കൂൾ പ്രിൻസിപ്പൾ നടത്തി, റിയാസത്ത് ക്ലാസ് ടീച്ചർ നടത്തി. തർഹീബ് സ്വാഗതം പറയുന്നത് ആരാണെന്ന് പറയുന്നില്ല, ദുആ പറയുന്നില്ല. കലിമത്തു ദഹാനി 2 പേര് പറഞ്ഞു, ഹത്ത് ശുക്ർ ആരാണെന്നുള്ളത് കാണുന്നില്ല. മിസ്റ്റേക്കുകളുണ്ട്, എൻ്റെ കണ്ടുപിടിക്കാത്തതാണെന്ന് അറിയില്ല, മിസ്റ്റേക്ക് ഉള്ളതാണെന്ന് അറിയില്ല, നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഒരു ഹിവാറാണ്, എപ്പോഴുള്ള ഒരു ഹിവാർ പോലെ തന്നെ ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഒരു ചേഞ്ചിന് ഒരു ചെറിയൊരു വ്യത്യാസം. ഹലോ സബാ ലൈർ, ഹലോ ഗുഡ് മോർണിംഗ്, ഹായ് ഗുഡ് മോർണിംഗ്, ഹൗ ആർ യു ജാബിർ, ഐ ആം ഫൈൻ, വെർ ആർ യു ഗോയിങ്, ഐ ആം ഗോയിങ് ടു മോസ്ക് ഫോർ പ്രേയർ, ഇലലിക്ക, സി യു, മസലാമ, ഗുഡ് ബൈ. ഇത്രയേ ഉള്ളൂ. അടുത്തത് നഹത്തും മനോത്താണ്. നഹത്ത് എന്ന് പറഞ്ഞാൽ സിഫത്താണ്, എന്ന് വെച്ചാൽ വിശേഷണമാണ് മനോത്ത്. ഏത് ഇസ്മിലേക്കാണോ ആ ഒരു നഹത്ത് വിശേഷണം നൽകപ്പെടുന്നതാണ് മനോത്ത് എന്ന് പറയുന്നത്. ഫെയിലും മഫ്ഊലും പോലെ. ഓക്കെ, വലതും സ്വാലിഹ്. വലത് എന്ന് പറയുന്നത് ഇവിടെ മനോത്തും, നഹത്ത് ഏതാണിപ്പോൾ? സ്വാലിഹ്, വിശേഷണമാണ് സ്വാലിഹ്. കിതാബൻ ജദീദ, കിതാബ് ഇവിടെ മനോത്തും നഹത്ത് ജദീദനുമാണ്. കൈരള എന്ന് പറയുന്നത് മനോത്തും, വിലാദും ജമീല എന്ന് പറയുന്നത് നഹത്തുമാണ്. ഇതാ വീണ്ടും ഒരു ക്വസ്റ്റ്യനറുടെ നോമ്പ് എഫക്റ്റ് നമുക്കിവിടെ കാണാം. വീണ്ടും ഒരു ബയാനത്ത് ഷഖ്സി, ഒരു വ്യക്തിഗത ഒരു ഫോം, ഒരു ഇൻട്രൊഡക്ടറി ഫോമാണ്. ഇസ്മുൽ കാമിൽ പൂർണ്ണനാമം, താരീഖുൽ മിലാദ്, ജന്മ, ഡേറ്റ് ഓഫ് ബർത്ത്, ഉൻവാൻ, അഡ്രസ്, ഇസ്മുൽ വാലിദ, ഉപ്പാൻ്റെ പേര് മെഹനത്ത്, അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ ഉമ്നിയത്ത്, അല്ലെങ്കിൽ മെഹനത്ത് എന്ന് പറഞ്ഞുള്ളൂ. മെഹനത്തിൽ വാലിദൊന്നുമില്ല. സോ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രൊഫഷൻ എഴുതിയേക്കാം, തൊബീബ് അങ്ങനെ എഴുതി വെച്ചാൽ മതി. ഉമ്നിയത്ത്, ആഗ്രഹങ്ങൾ, അംബീഷൻ കേട്ടോ, അംബീഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ഗ്രാമർ പാർട്ടാണ്. മുലാഫ്, മുലാഫിലേഹിയും. ഇതൊക്കെ നമ്മൾ വീഡിയോ ഓൾറെഡി പഴയത് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, സെപ്പറേറ്റ് ഒരു 2-3 മിനിറ്റ് വീഡിയോസ്. അത് കണ്ടവർക്ക് ഇത് ഈസി ആയിരിക്കും, അല്ലാത്തവർക്ക് ഈസി ആയിരിക്കും. ഇതൊന്നും അത്രയൊന്നും ഇല്ല. ഇത് ജസ്റ്റ് വായിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാകുന്നുണ്ടല്ലോ. നോക്കാം ജസ്റ്റ്. ഹാജാത്ത് ഉദാഹരണവും നൽകിയിട്ടില്ലേ. ഹാജാത്ത് മുലാഫാണെങ്കിൽ ഇൻസാൻ എന്താണ്? മുലാഫിലേയാണ്. അതേപോലെ തന്നെ അതാ എന്ന് പറയുന്നത് തുഫൂല, കുട്ടികളുടെ പ്രഭാത ഭക്ഷണം. അതാ എന്ന് പറയുന്നത് എന്താണ്? മുലാഫും. തുഫൂലത്ത് എന്ന് പറയുന്നത് മുലാഫിലേയാണ്. അതേപോലെ തന്നെ ആദിയത്തിൽ മുറാഹക്ക, അതിൽ അദിയത്ത് എന്ന് പറയുന്നത് മുലാഫും, മുറാഹക്കത്ത് എന്ന് പറയുന്നത് എന്താണ്? മുലാഫിലേയുമാണ്. അതേപോലെ തന്നെ കമ്മിയത്ത്, അസുക്കർ. കമ്മിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? മുലാഫും അസുക്കറും കൊളസ്ട്രോളും മുലാഫിലേയുമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ അതിലും ഈസിയാണ്. 3 വിഭാഗങ്ങളായിട്ട് ഈ കാണുന്ന ഇവിടെ നൽകിയിട്ടുള്ള ഇത് ക്ലാസിഫൈ ചെയ്യാനാണ്. കെമൽ ഇൻസാനിയ, ഹ്യൂമൻ വാല്യൂസ്, മവാരിദ് തബിയ, പ്രകൃതി വിഭവങ്ങൾ, സർവ്വതുദ്ദവാജിനിയ, മൃഗങ്ങൾ. ഓക്കെ, പോൾട്രി. ഇതിൽ ഷാത്ത് 3ാമത്തെ കോളത്തിൽ വരും, ബക്കറത്ത് 3ാമത്തെ കോളത്തിൽ വരും. ഇതെന്താണ്? കിത്താണോ കത്താണോ എന്നുള്ള അറിയില്ല. കിത്താണ് എന്ന് നമുക്ക് പ്രവചിച്ചിട്ട് അത് 3ാമത്തെ കോളത്തിൽ കൊടുക്കാം. ഇനി നമുക്ക് കിയമൽ ഇൻസാനിയ, അലമാനത്ത് വന്നിട്ടുണ്ട്. അൽഹമാമത്ത് നമുക്ക് കൊടുക്കാം, സ്നേഹം. റഹ്മത്ത്, കരുണ എന്ന് പറയുന്നതും. അതേപോലെ തന്നെ അമാനത്ത് ഇവിടെ വന്നിട്ടുണ്ട് ഓൾറെഡി, അതും നമുക്കതിലേക്ക് കൊടുക്കാം. നെക്സ്റ്റ് നമുക്കുള്ളത് മവാരിദ് തബീഇയാണ്. നഖലുദാത്തുൽ അക്മാം സൂറത്ത് റഹ്മാനിലുണ്ട്. നഖല് എന്താണ്? ഈന്തപ്പന. ഹബ്ബ് ആ സൂറത്ത് തന്നെ ഉള്ളതാണ്. ഹബ്ബുൽ അസ്ഫി റൈഹാൻ. ഹബ്ബ് എന്ന് പറഞ്ഞാൽ വിത്താണ്. ഷജർ മരം. ഓക്കെ, പുറത്തുകാല് ആപ്പിൾ. ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത്. അമാനത്ത്, മവദ്ദത്ത് ഇതിൽ വരുന്നത്, കേമൽ ഇൻസാനിയത്തിൽ വരുന്നതാണ്. ഓക്കെ, അപ്പം ഇത്രയാണ് ഇതിലുള്ളത്. വീണ്ടും ക്വസ്റ്റ്യനറുടെ നോമ്പ് എഫക്റ്റ് ഇതിൽ കാണാം. മാബൈന സ്റ്റാരിങ് കാനസുന ഇതിൻ തുസഫിക്കു താരത്തമ തുസല്ലിമു. ഇത് ജസ്റ്റ് എന്താ ഇത് അസ്റ്റാർ എന്നിവിടെ ഉണ്ട്, യോജിപ്പിച്ച് കൊടുക്കാം. നെക്സ്റ്റ് ഗുന്ത മുഖത്തായിപ്പം ലീസിങ് അത് മലൈഹാത്ത ഒരു ജോലിയിലേക്ക് എത്തനത്തുമോ. ഓക്കെ, കാബത്തനല യുദ്ധത്തിൽ മാളിയ. വൽമാവു ഹൗലക്ക ജെറിയാനുൽ മിയാ. ഇത് ജസ്റ്റ് നോക്കിയാൽ തന്നെ മനസ്സിലാവുന്നൊരു ആൻസർ. അടുത്തത് അതിലും ഈസി. എന്ന് വെച്ചാൽ ആരോഗ്യത്തിന് നല്ലത് ഏത്, തിന്മേത് എന്നുള്ളതാണ്. ഓക്കെ, 2 വിഭാഗത്തിലേക്കാക്കാനാണ്. 2 വിഭാഗത്തിലാക്കിയിട്ട് അർത്ഥം പറയാം. തനാവുൽ അസ്മാക്ക് വൽ ലഹൂമുൽ ഫാസിദ. ഓക്കെ, ഇത് കൊടുക്കാം.
ഓക്കെ, ഞാൻ പറഞ്ഞുതരാം കേട്ടോ, 2 വിഭാഗത്തിലാക്കട്ടെ. ഓക്കെ, ഓക്കെ 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 അപ്പോൾ 2 വിഭാഗത്തിലായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പം ബ്ലാക്കിൽ കൊടുത്തിരിക്കുന്നത് ആ ഒരു സിഹിയയും റെഡിൽ കൊടുത്തിരിക്കുന്നത് സിഹിയയുമാണ്. അതെന്ന് വെച്ചാൽ വിഷാംശം അടങ്ങിയിട്ടുള്ള പിന്നെ ഇറച്ചി മീനൊക്കെ കൂട്ടുന്നത്, അല്ലെങ്കിൽ പോയിസൺ അടങ്ങിയിട്ടുള്ളത്. അതേപോലെ തന്നെ കീടനാശിനി ഉപയോഗിച്ചിരിക്കുന്ന പച്ചക്കറികൾ ഉപയോഗിക്കുന്നത്, പിന്നെ മൊബൈൽ ഫോണിൽ ടൈം വേസ്റ്റ് ചെയ്യുന്നത്, പിന്നെ കൈ നന്നായിട്ട് ശരീരമൊക്കെ പരിസരവും ശരീരമൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി സൂക്ഷിക്കുക എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. സഹിയയാണ്. വിറ്റാമിനുള്ള ഫുഡ് കഴിക്കുന്നത് നല്ല കാര്യമാണ്. ഫിസിക്കൽ ആക്ടിവിറ്റീസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നല്ല കാര്യമാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ 8 മാർക്കിൻ്റെ ദിവസം ഏറ്റവും സന്തോഷം തോന്നി കേട്ടോ. ഒന്ന് വെള്ളത്തിനെ കുറിച്ചിട്ടാണ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നല്ല വ്യക്തമായിട്ടുള്ളൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. അനിയലൊക്കെ വന്നിട്ടുണ്ട്, കംതസ്റ്റേക്ക് വന്നിട്ടില്ലെങ്കിലും അനിയലൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇലാമിയ, ഇത് മോഡൽ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് പഠിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ബാക്കി 2ഉം ഈസി ആയിട്ടുള്ളത്, ഇതിലേറ്റവും ഈസി ആയിട്ടുള്ളത് നമ്മൾ പറഞ്ഞ 2 തന്നെയാണ്. അതുകൊണ്ട് സന്തോഷം. അപ്പം +2-നും നമുക്കിങ്ങനെ വീഡിയോസൊക്കെ ചെയ്യണം. ഫസ്റ്റ് ടേമിന്, സെക്കൻഡ് ടേമിന് മോഡൽ, അതേപോലെ തന്നെ 2025 മാർച്ച് 2026 മാർച്ച് എക്സാമിനൊക്കെ ഞങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുന്ന രൂപത്തിൽ ഈസി ആയിട്ടുള്ള വീഡിയോസായിട്ടൊക്കെ നമ്മൾ വരും. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാകണം. ഇതിൽ മാത്രമല്ല പല കണ്ടൻറ്റുകളും നമ്മുടെ ചാനലിൽ വരും. നിങ്ങൾ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.